Hello students, good morning one and all. Hope you all are fine and safe. So let's go on with Plato's disciple, that is Aristotle, in this class. Hope you could be able to recall what we have discussed in the last few classes regarding Plato and his major concepts. We had gone through the very period, that is a very important period of Greek, that is called as classical age. And then we moved on to Plato, one among the greatest philosophers of Greek literature or of world philosophy. We had seen that it can be Socrates' principles and his ideologies that is passed on to his disciple Plato, as well as we had seen his view on art. Hope you could be able to recall the major aspects regarding his views on art. What was that? Which is the most important concept we discussed in the last class. That is his theory of imitation or theory of mimesis or theory of ideas. For him, for his concept or in his philosophy, we had discussed about the allegory of a cave. ഒരു ഗുഹയുടെ അലഗറി നമ്മൾ ചിത്രമൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഗുഹയ്ക്കകത്താണ്, അതായത് ഫേക്ക് ആയിട്ടുള്ള കുറെ ഇമേജസ് കണ്ടു നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് നമ്മൾ പോകുന്നത്. വി ആർ നോട്ട് റിയലി സീയിങ് ദ റിയാലിറ്റി, വി ആർ ജസ്റ്റ് സീയിങ് സം ഷാഡോസ് എന്നുള്ള കോൺസെപ്റ്റാണ് പ്ലേറ്റോയ്ക്ക് ഉണ്ടായിരുന്നത്. ആൻഡ് ഫോർ പ്ലേറ്റോ ഇറ്റ് ഈസ് we could see the things in a clear manner only if we get out of that cave. So നമ്മൾ ആ കേവിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്ത് കടന്നാൽ മാത്രമേ നമുക്ക് റിയാലിറ്റിയെ കാണാൻ പറ്റുള്ളൂ, വിർച്യു കിട്ടുള്ളൂ, റൈറ്റസ് ആയിട്ടുള്ള ഒരു നിലയിലേക്ക് നമ്മൾ എത്തുള്ളൂ എന്ന് പ്ലേറ്റോ ബിലീവ് ചെയ്തിരുന്നു. അതിന് അദ്ദേഹം ഫിലോസഫിക്കലി കണ്ടെത്തിയ ഒരു അലഗറിയാണ് എന്തെന്ന് പറയുന്ന ഒരു കേവിന്റെ അലഗറി അദ്ദേഹം കാണിച്ചു തരുന്നത്. അപ്പോൾ അതിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ആശയമാണ് നമുക്ക് തിയറി ഓഫ് ഐഡിയാസ് ഓർ തിയറി ഓഫ് ഇമിറ്റേഷനിലുള്ളത്. That is his view regarding art. Remember, republic is a concept of Plato to create an ideal state. റിപ്പബ്ലിക് എന്ന് പറയുന്ന വർക്കിലൂടെ, ആ ഒരു ഡയലോഗിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വളരെ ഐഡിയൽ ആയിട്ടുള്ളൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ബെറ്റർ ആയിട്ടുള്ള കുറെ കാഴ്ചപ്പാടുകൾ വേണം. അപ്പൊ കലയെന്ന് പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള കുറെ കാഴ്ചപ്പാടുകൾ ആളുകൾക്ക് കൊടുക്കുന്നതാണ്, പലതിനെയും കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ച്, രാഷ്ട്രത്തെക്കുറിച്ച്, സ്വപ്നങ്ങളെക്കുറിച്ച്, ആളുകളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചൊക്കെ വളരെ തെറ്റായിട്ടുള്ളൊരു ലെസൺ ആണ് ലിറ്ററേച്ചർ ഓർ ആർട്ട് കൊടുക്കുന്നതെന്നാണ് അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നത്. ബിക്കോസ് ഹി വാസ് റൈറ്റിംഗ് ദിസ് ഫ്രം എ പീരിയഡ് ഇൻ വിച്ച് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ വാസ് ഫ്ലറിഷ്ഡ് ഇൻ ഏഥൻസ് ആൻഡ് ഹി ഹാഡ് സീൻ ദ കറപ്റ്റഡ് ജനറേഷൻ ഇസ് നോട്ട്, he wanted to create a very ideal youth or ideal people there. He wanted to create a very clean and cleansed state, thereby creating his own ideology, thereby spreading his ideology all around the world. So Plato, who had seen or who had experienced or who had a very bitter experience about the death of his teacher Socrates, he wanted to create a very cleansed, very clear and very virtuous state, or an ideal state where there is no corruption at all, where everyone is leading or having a good conduct, a good morality and all that. So he wanted to dissect everything with that eyes or that perspective. Everything should be observed in a very reasonable manner. There should be a logic in it. And consider art. നമ്മൾ ചിലപ്പോൾ ചില കലയിൽ അല്ലെങ്കിൽ ചില നാടകങ്ങളോ, നമ്മളുടെ കാലഘട്ടത്തിലാണെങ്കിൽ കുറെ സിനിമകളിലോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ തമാശയല്ലാത്തതിന് പോലും ചിരിക്കുകയും സെന്റിമെന്റൽ അല്ലെങ്കിലും സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രംഗങ്ങളാക്കുകയും അങ്ങനെ പലതരത്തിൽ ആളുകളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇല്ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അന്നത്തെ കാലഘട്ടത്തിലും പ്ലേറ്റോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും അതിന്റെ ഏറ്റവും ഏൻഷ്യന്റ് ആയിട്ടുള്ള ഫോം ആയിരുന്നു ഡ്രാമ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ഫിലിമിന്റെ തന്നെ ഏറ്റവും ഏൻഷ്യന്റ് ആയിട്ടുള്ള ഒരു ഫോം തന്നെയാണ് ഡ്രാമ എന്ന് പറയുന്നത്. ഡ്രാമയുടെ വേറൊരു തലം തന്നെയാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. അപ്പോൾ നാടകത്തിന്റെ ഏറ്റവും ഒരു നൂതനമായിട്ടുള്ളൊരു ആവിഷ്കാരമായിട്ട് നമുക്ക് സിനിമയെ കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ ആളുകളെ പിടിച്ചിരുത്താനായിട്ടുള്ള മസാലകളും കാര്യങ്ങളും ലാമന്റേഷനും എക്സാജറേഷനും ഒക്കെ കണ്ടതുകൊണ്ടാണ് പ്ലേറ്റോ വാണ്ടഡ് ടു ക്രിയേറ്റ് ആൻ ഐഡിയൽ സ്റ്റേറ്റ് എന്നാണ് ആ ഭാഗത്ത് നമ്മൾ കണ്ടിരുന്നത്.
അപ്പോൾ ഈ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിൽ നിങ്ങൾ വെച്ചുകൊണ്ട് വേണം അരിസ്റ്റോട്ടലിനെ നമ്മൾ സമീപിക്കാനായിട്ട്. ബിക്കോസ് വി ക്യാൻ സീ വൈൽ റീഡിങ് അരിസ്റ്റോട്ടിൽ ദ കംസ് റീറീഡിങ് ഓഫ് പ്ലേറ്റോ ഇൻ ഈച്ച് ആൻഡ് എവറി കോൺസെപ്റ്റ്സ്. ഓരോ പോയിന്റും പറയുമ്പോഴും പോയട്രിയിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ പ്ലേറ്റോ പറഞ്ഞതുമായിട്ട് അരിസ്റ്റോട്ടിൽ എഗ്രി ചെയ്യുന്നുണ്ട് ഇവിടെ, എന്നാൽ പാർഷ്യലി ഡിസഗ്രി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോയിന്റ്സ് കാണുന്നത്. സോ യു ഹാവ് ടു റീകോൾ ദ ലാസ്റ്റ് ക്ലാസ്സസ് പോയിന്റ്സ് വൈൽ വി ആർ ഗോയിങ് ഓൺ ടു Aristotle in this class. Okay guys, so let's move on to Aristotle, the third great Greek philosopher that we have to go through. We just mentioned about Socrates. We don't have material or a study syllabus to be followed regarding Socrates, because we know the reason why that happens is that Plato as well as Socrates, we don't know who had written all these concepts. It is Plato's concept that we could see in his works as well as Socrates' concepts. So അതുകൊണ്ട് സോക്രട്ടീസിൽ റിട്ടൺ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒന്നും അവൈലബിൾ അല്ല. നമ്മൾ പ്ലേറ്റോയിലൂടെ കാണുന്നത് ആരെ തന്നെയാണ്? വി ആർ സീയിങ് ദ സെയിം സോക്രട്ടീസ് ത്രൂ പ്ലേറ്റോസ് വർക്ക്. ആൻഡ് അതിനുശേഷം നമ്മൾ അരിസ്റ്റോട്ടലിന്റെ വർക്കിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഹി ഹാഡ് റിട്ടൺ ദീസ് കോൺസെപ്റ്റ്സ് ആൻഡ് ഓൾ ദാറ്റ് ഇൻ പാപ്പിറസ് സ്ക്രോൾസ് വർ ഹി കെപ്റ്റ് ഇറ്റ് സേഫ്ലി ഇൻ ഹിസ് ലൈസിയം. അദ്ദേഹത്തിന്റെ സ്കൂളിൽ അദ്ദേഹം ഒരു ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുകയും അവിടെ അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റുകളും അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ട്രീറ്റീസുകളും ഒക്കെ പ്രബന്ധങ്ങളും ഒക്കെ അദ്ദേഹം അവിടെ സൂക്ഷിച്ചു വെക്കുകയും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് പെരിപെറ്റാറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു സ്കൂൾ ഓഫ് ലേണേഴ്സ് അവരത് സൂക്ഷിച്ചു വെക്കുകയും ഡോക്യുമെന്റ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തത് കൊണ്ട് വി ഹാവ് ഫ്യൂ റെമനൻസ് ഓഫ് ഹിസ് ലേണിങ്സ് ഓർ ഓഫ് ഹിസ് പ്രീച്ചിങ്സ് ഓർ ടീച്ചിങ്സ്. ഓക്കെ, നമ്മൾ അരിസ്റ്റോട്ടലിലേക്ക് വരുമ്പോൾ checking his biography or parading his biography, we can see that his father is Nicomachus. He was a doctor to the Macedonian king. And Nicomachus is the name of his son also. So both his father and his son have the same name, Nicomachus. And his father and mother died when he was 13, and he had got a well-educated background in the palace itself. As we mentioned, his father was a physician to the Macedonian king. അപ്പോൾ അതുകൊണ്ട് വളരെ അച്ഛനമ്മമാരില്ലെങ്കിൽ തന്നെയും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം at the age of 17 onwards, almost almost a 20 years period, we can see that he was in the academy of Athens. അക്കാഡമി ആരുടെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട്? പ്ലേറ്റോയുടെ സ്കൂളാണ്. പ്ലേറ്റോ തുടങ്ങിയിട്ടുള്ള ഒരു അക്കാഡമിയാണ്. അക്കാഡമി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ലേണിംഗ് സ്കൂളാണ്. അവിടെ ഒരുപാട് ടീച്ചിങ്സും അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടും പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്, ഒരു പ്ലാറ്റ്ഫോമാണ്. ഒപ്പം ഒരുപാട് പഠനങ്ങളും നമ്മൾ മെൻഷൻ ചെയ്ത പോലെ തന്നെ whatever that comes under the sky, they discussed about various matters: mathematics, medicine, religion, politics, philosophy, literature, എല്ലാം അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. After the death of Plato, he left this academy, and then we can see that he became the tutor of Alexander the Great as well as Ptolemy the First. But Ptolemy First's Alexander the Great, as we know that he was a great military ruler who overran northwestern India in the 326 BC. ഒരുപാട് ലോകത്തിന്റെ ഹൊറൈസൺ വരെ കീഴടക്കണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ മുന്നോട്ട് പോയിരുന്ന മഹാനായ അലക്സാണ്ടർ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയുടെ ഭാഗത്തൊക്കെ അദ്ദേഹത്തിന്റെ എംപയേഴ്സ് കാണാൻ സാധിക്കും. അങ്ങനെ ഒത്തിരി പ്രഗത്ഭനായിട്ടുള്ള അലക്സാണ്ടർ ദി ഗ്രേറ്റിനെയും അതുപോലെ തന്നെ ടോളമിയെയും പഠിപ്പിച്ച ഗുരുവാണ്. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ആഫ്റ്റർ ദാറ്റ് ഹി ക്രിയേറ്റഡ് ഓർ ഹി മെയ്ഡ് a school called as a peripatetic school in the Lyceum. So he's called as the founder of Lyceum. Lyceum എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ടെമ്പിൾ ആണ്. The temple was dedicated to Apollo. ആൻഡ് ഈ ടെമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് ലേണിങ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും. they will have all those kinds of public meetings and all that. In the morning he taught the students there. അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിച്ചും അതിനുശേഷം ഒരുപാട് പബ്ലിക് മീറ്റിങ്ങുകളിലൂടെ തന്റെ ചിന്താഗതികളെയും പഠനങ്ങളെയും കുറിച്ച് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. And the subjects covered, as we mentioned, he taught about physics, biology, logic, metaphysics, botany, zoology, psychology and all that.
സോ ഈ ഒരു ലൈസിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ ഈ പെരിപ്പറ്റാറ്റിക് സ്കൂൾ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ സ്കൂൾ ദാറ്റ് ഓഫ് സ്റ്റുഡൻസ് ഓർ ഓഫ് ലേണേഴ്സ് ഹൂ ഹാഡ് ഗോട്ട് ഓൾ ദോസ് കൈൻഡ്സ് ഓഫ് ഫിലോസഫിക്കൽ ആൻഡ് സയന്റിഫിക് ഇൻക്വയറീസ്. പലതരത്തിലുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, ശാസ്ത്രീയമായിട്ടുള്ള താത്വികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള അപഗ്രഥിക്കലും ഡിബേറ്റ്സുകളും ഡിസ്കഷൻസും ഒക്കെയാണ് അവരവിടെ നടത്തിയിരുന്നത്. അലോങ് വിത്ത് ദാറ്റ്, ദിസ് ലൈസിയം, ദിസ് ടെമ്പിൾ, ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ assemblies and cult practices, military exercises, and there was a gymnasium and workout area. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള പ്രാക്ടീസസ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നായിട്ടാണ് അവിടെ ലൈസിയം എന്ന് പറയുന്ന ഒരു സ്കൂള് പ്രവർത്തിച്ചിരുന്നത് എന്ന് പറയുന്നു. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് അരിസ്റ്റോട്ടലിൻ്റെ ഏറ്റവും ഒരുപാട് ട്രീറ്റീസ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ലെക്ചർ നോട്ടായിട്ട് പല കുട്ടികളും അത് എഴുതി സൂക്ഷിച്ച് വെച്ചിരുന്നു. പാപ്പറസ് സ്ക്രോളുകളിലായിട്ട് അവിടെ ലൈബ്രറിയിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു എന്ന് പറയുന്നു. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വർക്ക്സിന്റെ ജിസ്റ്റുകളാണ്, അല്ലെങ്കിൽ 2 വർക്ക്സിലെ എക്സ്ട്രാക്റ്റുകളാണ് നമുക്ക് നമ്മുടെ സിലബസിൽ കവർ ചെയ്യാനായിട്ടുള്ളത്. Mainly focusing on poetics, which greatly dig the areas of tragedy, the branch of poetry, as well as rhetoric, which deals with the art of speaking. അപ്പോൾ 2 വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് നമ്മുടെ സിലബസിൽ കവർ ചെയ്യാനുള്ളത് അരിസ്റ്റോട്ടലിന്റെ. One is poetics, which is a prominent work that discusses about tragedy mainly. ട്രാജഡി മാത്രമല്ല, ഡ്രമാറ്റിക് ആർട്ട് ഫോമിനെല്ലാം പോയറ്റിക്സിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാജഡിയുടെ പ്രൊഡസസർ ആയിട്ടുള്ള എപ്പിക്കിനെ കുറിച്ചും ഒക്കെ അവിടെ മെൻഷനിങ് വരുന്നുണ്ട്. പോയറ്റിക് ഡിക്ഷൻ എങ്ങനെയായിരിക്കണം, എങ്ങനെ ഒരു ട്രാജിക് ഹീറോനെ ക്രിയേറ്റ് ചെയ്യണം എന്നിങ്ങനെ ഡിഫറെന്റ് അതിലേക്ക് നമുക്ക് കടക്കാം ഇലാബറേറ്റ് ആയിട്ട്. ആസ് വെൽ ആസ് ആർട്ട് ഓഫ് സ്പീക്കിംഗ്. നമ്മൾ പ്ലേറ്റോയിൽ കണ്ടതാണ് ഹിസ് ഒബ്സർവേഷൻസ് ഓൺ സ്റ്റൈൽ, ഹൗ വൺ ഷുഡ് സ്പീക്ക്, വാട്ട് ആർ ദ തിങ്സ് ഹി ഷുഡ് നോട്ട്, thorough knowledge of the subject matter, art of speaking, psychology എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിരുന്നു. നാച്ചുറൽ സീക്വൻസ് ഒക്കെ വേണം എന്ന് പറഞ്ഞ് കണ്ടതുപോലെ തന്നെ അരിസ്റ്റോട്ടിലും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഹി ഫോക്കസ്ഡ് ഓൺ ആർട്ട് ഓഫ് സ്പീക്കിംഗ് ആസ് വെൽ ആസ് റൈറ്റിംഗ്. എങ്ങനെയാണ് നന്നായിട്ട് എഴുതാൻ സാധിക്കേണ്ടത്, എഴുതേണ്ടത് എങ്ങനെയാണ്, സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു പഠനവും നമുക്കിവിടെ ഒരു പാരഗ്രാഫായിട്ട് കാണാനായിട്ട് സാധിക്കും. Moving on to his poetics as a gist, we can say that it is a treatise about 50 pages containing 26 small chapters. അദ്ദേഹത്തിന്റെ ഈ പോയറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് അതൊരു ട്രീറ്റീസ് ആണ്. ട്രീറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി മോർ ഓർ ലെസ് ലൈക്ക് ആൻ എസ്സേ, ബട്ട് ഇറ്റ് വിൽ ബി ലോങ്ങർ ആസ് വെൽ ആസ് ഇറ്റ് വിൽ ഹാവ് ഗോട്ട് കണ്ടൻസ് ഇൻ മച്ച് ഡെപ്ത് ദാൻ കമ്പയർഡ് ടു ആൻ എസ്സേ. ഒരു എസ്സേനെക്കാട്ടിലും ഒരുപാട് ഡീപ്പായിട്ടുള്ള നീളമുള്ള പ്രബന്ധം തന്നെ പറയാം. പ്രബന്ധങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട്, ഇപ്പോൾ നമ്മുടെ ഒറിജിൻ ഓഫ് സ്പീഷീസ്, ഇറ്റ് ഇസ് എ ട്രീറ്റീസ്, ആസ് വെൽ ആസ് അർത്ഥശാസ്ത്ര ബൈ കൗഡില്യ. ദീസ് ആർ ദ എക്സാമ്പിൾസ് ദാറ്റ് വി കുഡ് സ്റ്റേറ്റ്. അപ്പോൾ അതുപോലെ തന്നെയുള്ള കവിതയെക്കുറിച്ചും പോയറ്റിക്സ്, ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഡീൽസ് വിത്ത് ആർട്ട് ഓഫ് പോയട്രി. പോയട്രിയെ കുറിച്ചിട്ടാണ് പോയറ്റിക്സ് സംസാരിക്കുന്നത്. പോയട്രിയുടെ തന്നെ ബ്രാഞ്ചസ് ആയിട്ടാണ് നമ്മൾ ഡ്രാമേനെ കാണുന്നത്, പെർട്ടിക്കുലർലി ട്രാജഡിയും കോമഡിയും വരുന്നത്. അന്ന് ട്രാജി കോമഡി എന്ന് പറയുന്ന ഒരു ഫോമില്ല, only just 2 kinds of dramas, tragedy with an unhappy ending and comedy with a happy ending. Okay, അപ്പോൾ പോയറ്റിക്സ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു 50 പേജോളം വരുന്ന ഒരു ട്രീറ്റീസ് ആണ്, which contains 26 small chapters. I don't know whether this can be asked as an objective question. ചിലപ്പോൾ ചോദിച്ചു എന്ന് വരാം, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നുള്ളത് ചോദിച്ച് കാണാറുണ്ട്. എനിവേ, ഈ ഒരു ചാപ്റ്ററിന്റെ ഡിവിഷനിങ്, ഈ ഒരു 26 ചാപ്റ്ററിന്റെ ഡിവിഷനിങ് ആണ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. The first 4 chapters, it is attribute, and the 25th one. ആദ്യത്തെ 4 ചാപ്റ്ററും 25ാമത്തെ ചാപ്റ്ററും, എത്ര ചാപ്റ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്? 26 ചാപ്റ്റേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ദ ഫസ്റ്റ് 4 chapters along with the 25th chapter, it is dedicated or devoted to poetry. പോയട്രിയെ കുറിച്ചിട്ടാണ് അവിടെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. എങ്ങനെയാണ്, എന്താണ് കവിത, എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കണം. നമ്മൾ പ്ലേറ്റോയിൽ കണ്ടതുപോലെ തന്നെ അതിൽ അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ്, സജഷൻസ് എന്തൊക്കെയാണ്, ഫംഗ്ഷൻ എന്തായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു 5 ചാപ്റ്ററുകളിൽ 1 to 4 and the 25th ചാപ്റ്ററിൽ മെൻഷൻ ചെയ്യുന്നത്. And the 5th chapter is discuss or it gives a general introduction to comedy, epic and tragedy. അപ്പോൾ കോമഡിയെക്കുറിച്ചും ട്രാജഡിയെക്കുറിച്ചും along with that എപ്പിക്കിനെ കുറിച്ചുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് 5th ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നത്. And from 6 to chapter 19,
14 ചാപ്റ്ററുകളിലായിട്ട് അദ്ദേഹം he had dedicated these 14 chapters exclusively to tragedy. ട്രാജഡിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന 14 ചാപ്റ്റേഴ്സും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് 3 ചാപ്റ്റേഴ്സ്, ദാറ്റ് ഇസ് 20, 21 ആൻഡ് 22, ഈ 3 ചാപ്റ്റേഴ്സും പോയറ്റിക് ഡിക്ഷൻ ആസ് വി നോ വേർഡ്സ്, ഇപ്പൊ കവിതയിൽ ഉപയോഗിക്കേണ്ട വാക്കുകൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള പഠനങ്ങളാണ് ഈ പറയുന്ന 3 ചാപ്റ്റേഴ്സിൽ 20, 21, 22 ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് 2 ചാപ്റ്റേഴ്സ്, ദാറ്റ് ഇസ് 23 ആൻഡ് 24 ചാപ്റ്റേഴ്സ്, ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു എപ്പിക് പോയട്രി. എപ്പിക് പോയട്രിയെ കുറിച്ചിട്ടാണ് അതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് ദ 26th ചാപ്റ്റർ. 25th നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് അവസാനത്തെ ആ ഒരു ചാപ്റ്റർ, അതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത് ട്രാജഡിയെക്കുറിച്ചും എപ്പിക്കിനെ കുറിച്ചുള്ള ഒരു കമ്പാരിസൺ ആണ്. ഇറ്റ് ഈസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ എപ്പിക് ആൻഡ് ട്രാജഡി. സോ ഇതാണ് നമ്മുടെ ഈ ഒരു 26 ചാപ്റ്റേഴ്സ്, 50 പേജസിലായിട്ട് കിടക്കുന്ന 26 ചാപ്റ്റേഴ്സിൻ്റെ ഒരു ജിസ്റ്റ് എന്ന് പറയുന്നത്, പോയറ്റിക്സിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇതിലെ മേജറായിട്ട് എടുത്തിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഒന്ന് ടൈറ്റിൽ വൈസ് പോവുകയാണെങ്കിൽ ഹിസ് ഒബ്സർവേഷൻസ് ഓൺ പോയട്രി. സോ വി ക്യാൻ സീ ഹിസ് major aspects regarding poetry, just like we had seen the major aspects of Plato, or his attacks, not aspect, we could say it as attacks on poetry. നമ്മൾ പ്ലേറ്റോയിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ അരിസ്റ്റോട്ടിലും കാണാൻ പറ്റും. അരിസ്റ്റോട്ടിൽ പക്ഷെ എങ്ങനെയാണ് അതിനെ കണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അതിലൂടെ കടന്നു പോകണം. And then the next title, that is Observations on Tragedy, as we mentioned, he had spent exclusively on discussing the topic tragedy. അതിൻ്റെ റീസണും അത് എന്തുകൊണ്ടാണെന്നുള്ളതും ട്രാജഡി ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളതും ഒക്കെ ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് അരിസ്റ്റോട്ടലിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് വളരെ എവിഡൻ്റ് ആയിട്ട് വ്യക്തമാവും. അദ്ദേഹത്തിന് എത്രത്തോളം ട്രാജഡിയെ പ്രൈസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ട്രാജഡി ആണോ എപ്പിക് ആണോ കൂടുതലും, അതോ കോമഡി ആണോ അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത് എന്നൊക്കെയുള്ളത്, അതോ ആർട്സിനെ ഒരുപാട് അപ്രൈസിൽ കൊടുക്കുന്നുണ്ടോ, അതോ റിജക്റ്റ് ചെയ്യുകയാണോ പ്ലേറ്റോയുടെ പോലെ എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇൻ ദിസ് ചാപ്റ്റർ ഓൾസോ വി ക്യാൻ സീ ഫ്യൂ മോർ പോയിന്റ്സ് ഓർ 6 major topics to be discussed under the title Observations on Tragedy, and then we can see his observations on comedy, and in the last part we can see his observations on epic. അതുപോലെ തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്ലേറ്റോയുടെ ഭാഗത്ത് കണ്ടതുപോലെ തന്നെ ഒബ്സർവേഷൻസ് ഓൺ സ്റ്റൈൽ എന്ന് പറയുന്ന, നമ്മൾ റെട്ടറിക് എന്ന് പറയുന്ന ബുക്കിന്റെ കാര്യം മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ എങ്ങനെ ബെറ്റർ ആയിട്ട് എഴുതാം, എങ്ങനെ ബെറ്റർ ആയിട്ട് സ്പീക്ക് ചെയ്യാം, ആർട്ട് ഓഫ് സ്പീക്കിങ്ങിനെ റിഗാർഡ് ചെയ്യുന്ന റെട്ടറിക്കിന്റെ ഒരു ചെറിയ എക്സ്ട്രാക്റ്റും കൊടുത്തിട്ടുണ്ട്. And as a end punch we can see the importance of his criticism or the value of his criticism. ഇത്രയും കാര്യങ്ങളാണ് അരിസ്റ്റോട്ടലിന്റെ ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു ഭാഗത്ത് നമുക്ക് കടന്നു പോകാനായിട്ടുള്ളത്. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ടു ബി ഡിസ്കസ്ഡ്, ബിക്കോസ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഈ ഒരു ഫിലോസഫറിനെ ഇത്ര അധികം ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലിറ്റററി തിയറിയുടെ ഏറ്റവും ആദ്യത്തെ, which is the earliest as well as the very extended study on literary theory start ചെയ്യുന്നത് അരിസ്റ്റോട്ടിൽ നിന്നാണ്. സാഹിത്യത്തെക്കുറിച്ചുള്ള സാഹിത്യ പഠനങ്ങളുടെ ഏറ്റവും ആദ്യത്തെ, ഏറ്റവും വിശദമായിട്ടുള്ള ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, എസ്പെഷ്യലി ഓൺ ദ ഡ്രമാറ്റിക് ഓർ ഓൺ ദ പോയറ്റിക് വർക്ക്സ്. The earliest dramatic poetic work, poetic analysis or an extended work on literary theory, it is Aristotle's concepts. It is based on Aristotle's poetics, we could say. അപ്പം അത്രയും വിശദമായിട്ട് കലയെ, അത്രയും ബി സികളിലാണല്ലോ നമ്മൾ ഈ പഠനങ്ങളൊക്കെ ഇവരൊക്കെ കാണുന്നത്. അപ്പോൾ ഈ പഠനങ്ങളൊക്കെ ബി സികൾക്ക് മുന്നേ തന്നെ, 2000 അപ്പുറം വർഷങ്ങൾക്ക് മുൻപ് തന്നെ കലയെക്കുറിച്ചുള്ള പഠനങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെ ഭാരതീയ ഫിലോസഫിക്കൽ സ്കൂൾസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്യശാസ്ത്ര എന്ന് പറയുന്നത്, അപ്പം അത്രയും പുരാതനമായിട്ടുള്ള കലാപഠനത്തിലെ നമുക്ക് ലിറ്ററേച്ചർ സ്റ്റുഡൻസ് എന്ന രീതിയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ലിറ്ററേച്ചറിനെ അപഗ്രഥിക്കാനായിട്ട് തുടക്കം കുറിച്ചിരിക്കുന്നത് അരിസ്റ്റോട്ടിൽ നിന്നാണ്. ആൻഡ് ദെൻ വി ക്യാൻ സീ എ ലോട്ട് ഓഫ് തിയറീഷ്യൻസ് ഇൻ ദിസ് ഇറ ഓർ ആഫ്റ്റർ ദിസ് AD ആൻഡ് ഓൾ ദാറ്റ്. ഇത് ബി സികളിലുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ നമ്മൾ തുടങ്ങുന്നത് അരിസ്റ്റോട്ടിൽ നിന്നാണ്, ഇലാബറേറ്റഡ് ആയിട്ട് തന്നെ തുടങ്ങുന്നത്. ആൻഡ് ടു നോ അരിസ്റ്റോട്ടിൽ ഇറ്റ് ഇസ് very much important to know his teacher Plato.
അതുകൊണ്ടാണ് നമ്മൾ പ്ലേറ്റോയിൽ നിന്ന് തുടങ്ങിയത്, പ്ലേറ്റോയുടെ തിയറി ഓഫ് ഇമിറ്റേഷനിൽ നിന്ന് നമ്മൾ തുടങ്ങിയത്. ലിറ്റററി തിയറിയുടെ ഏറ്റവും എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ലേണിംഗ്, ഏറ്റവും ഡീപ്പർ ആയിട്ടുള്ള ലേണിംഗ് നമ്മൾ കാണുന്നത് അരിസ്റ്റോട്ടിലാണ്, പ്ലേറ്റോയുടെ ഡിസൈപ്പിൾ ആയിട്ടുള്ള അരിസ്റ്റോട്ടിലാണ്. ദർ കംസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഫിലോസഫർ, ദിസ് ഗ്രേറ്റ് ഗ്രീക്ക് ഫിലോസഫർ. So we can continue with this aspects. Aristotle's observations on poetry. Hope you could be able to recall the major attacks made by Plato against poetry. What was that? First one, poetic inspiration. Second one, emotional appeal of poetry. And third one, its non-moral character. ആദ്യത്തേത് പോയറ്റ്സ് എല്ലാവരും എഴുതുന്നത് ഇൻസ്പയർഡ് ആയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയട്രിയെ ബ്ലെയിം ചെയ്തത്. പോയറ്റ്സ് ആർ നോട്ട് സേഫ് ഗൈഡ്സ്, ദേ ആർ റൈറ്റിംഗ് ഔട്ട് ഓഫ് ഇൻസ്പിറേഷൻ, സോ ദർ ഇസ് നോട്ട് മച്ച് തോട്ട് ഇൻ ഇറ്റ് എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് ചിന്തിക്കാതെ പറയുന്ന കാര്യങ്ങളിൽ ലോജിക്കോ റീസണോ ഒന്നും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നു. ഓഫ് കോഴ്സ് നമ്മളും പെട്ടെന്നൊരു കാര്യം പറയുകയാണെങ്കിൽ വി സ്പീക്ക് ഇറ്റ് ഔട്ട് ഓഫ് സം കൈൻഡ് ഓഫ് ഇൻസ്റ്റിങ്ക്റ്റ്, maybe because of anger or because of happiness or because of anxiety, whatever it is. രണ്ടാമത്തെ പോയിന്റ്, ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി. സോ while reading or while listening to these poems or music, what happened, it affects the emotion, it affects the heart rather than the mind or intellect. ഇപ്പൊ ബുദ്ധിയല്ല അത് സ്വാധീനിക്കുന്നത്, ഇമോഷൻസിനെയാണ് സ്വാധീനിക്കുന്നത് എന്നാണ് അദ്ദേഹം രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞു കണ്ടത്. And in the third part, we had seen that that is a non-moral character of poetry. That is, poetry treats both virtue and vices alike. Good ആയാലും ബാഡ് ആയാലും സഫർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇഫ് വൺ പേഴ്സൺ ഇസ് ടു ഗുഡ്, ഹി ഹാസ് ടു സഫർ. And the other one, his enemy, he would be doing all those bad things but would be having a very comfortable and cozy life. സോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്, 3 കോൺസെപ്റ്റുകളാണ് അദ്ദേഹം, 3 ചാർജസ് ആണ് അദ്ദേഹം പോയട്രിക്കെതിരെ മുന്നോട്ട് വെച്ചത്. നമുക്ക് അരിസ്റ്റോട്ടിലേക്ക് വരാം. അരിസ്റ്റോട്ടിൽ പോയട്രിയെ കുറിച്ച് ഇതുപോലെ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് അബൌട്ട് ഇറ്റ്സ് നേച്ചർ. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് പോയറ്റിക് ആർട്ട്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഹി കൺസിഡേഴ്സ്. സോ ഇദ്ദേഹത്തിന്റെ ഗുരുവായ പ്ലേറ്റോ പറഞ്ഞ ഇമിറ്റേഷനിൽ നിന്ന് തന്നെയാണ് അരിസ്റ്റോട്ടിലും തുടങ്ങുന്നത്. Aristotle calls the poet as an imitator, like a painter or any other artist who imitates one of 3 objects. So, according to Aristotle, he recalls or he follow his tutors or his teacher's path and says that poet is an imitator. And like a painter or any other artist. So literature, poetry, it is a kind of imitation. Agree ചെയ്യുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്? Things as they were or are, things as they are or said or thought to be, or things as they ought to be. അതായത് what is past or present, what is commonly believed and what is ideal. അപ്പോൾ പോയറ്റ്സ് ഇമിറ്റേറ്റ് ചെയ്യുന്ന 3 തരം ഒബ്ജക്ട്സിനെ കുറിച്ച് പറയുന്നു. ഒന്ന് ഐഡിയൽ ആയിട്ടുള്ളത്, മറ്റൊന്ന് പൊതുവെ സമൂഹം അല്ലെങ്കിൽ കോമൺലി ആൾക്കാർ വിശ്വസിക്കുന്നത്, പിന്നെ ഒന്ന് പഴയ കാലത്തെയോ വർത്തമാനകാലത്തിലെയോ സംഭവങ്ങൾ. ഇതൊക്കെയാണ് അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അല്ലെ? ഏതെങ്കിലും ചരിത്ര സംഭവങ്ങളെ എടുത്തുകൊണ്ട് ഒരു പുതിയൊരു കാര്യം അവതരിപ്പിക്കുന്നു. ഇപ്പോൾ മരക്കാർ എന്ന് പറയുന്ന ഫിലിം അല്ലെങ്കിൽ പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമ, ദാറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാസ് വി ഹാഡ് സീൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് അവർ ഓൺ ലാൻഡ് കേരള. ആൻഡ് നമ്മൾ അതിനെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ സ്റ്റോറി റീടെൽ ചെയ്യാണ് ചെയ്യുന്നത്. ഓൾറെഡി ചരിത്രത്തിൽ നടന്നൊരു സംഭവത്തെ റീടെൽ ചെയ്യുമ്പോഴത്തേക്കും അതിൽ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചേരുവകൾ ചേർക്കേണ്ടതായിട്ട് വരും. ഓർ യു മൈറ്റ് ഹാവ് സീൻ ദ സെയിം വാസ്കോ ഡി ഗാമ, ഹിസ് അറൈവൽ ആൻഡ് ഹിസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് അവർ ലാൻഡ് ആൻഡ് ദ റിസോഴ്സസ് ഹിയർ ഇൻ ഉറുമി ഇൻ എ ഡിഫറെന്റ് വേ. അപ്പോൾ ഉറുമി എന്ന് പറയുന്നതിൽ കാണുന്നത് ഇതുപോലെ തന്നെ വാസ്കോ ഡി ഗാമ വന്നിറങ്ങുന്ന ഒത്തിരി ചരിത്ര സിനിമകൾ, ചരിത്രത്തെ ബേസ് ചെയ്തിട്ടുള്ള ഫിലിംസ് ഉണ്ടെങ്കിലും അതിനെ കുറച്ചൊക്കെ മാറ്റിയും തിരിച്ചൊക്കെയാണ് ഓരോ ആളുകളും അവതരിപ്പിക്കുന്നത്. അപ്പോൾ പാസ്റ്റിൽ സംഭവിച്ചതോ അല്ലെങ്കിൽ പ്രസന്റിൽ
നടക്കുന്നതോ അല്ലെങ്കിൽ കോമൺലി ബിലീവ് ചെയ്യുന്ന എന്തിനെങ്കിലും കുറിച്ചിട്ടോ വല്ല ഇപ്പോൾ എനി കൈൻഡ് ഓഫ് മിത്സ് ഓർ സംതിങ് ജസ്റ്റ് ലൈക്ക് കൈൻഡ് ഓഫ് നാഗമാണിക്യം അല്ലെ അനന്തഭദ്രം എന്ന് പറയുന്ന മൂവിയിൽ യു ഹാഡ് സീൻ the story plot is based on a kind of myth that exists among people about Nagamanikyam, something very precious and all that, very divine and all that. And what is ideal? ഇതൊന്നും അല്ലാതെ ഉദാത്തമായ പലതിനെയും കുറിച്ച് പറയുന്ന കഥകളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളെയും പോയറ്റ്സ് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ എക്സാമ്പിൾസ് ഐ ഹാഡ് ഗിവൺ ഇസ് ഓൾ അബൌട്ട് സൈറ്റഡ് ഫ്രം ദ മൂവീസ്, ബട്ട് ഹിയർ അരിസ്റ്റോട്ടിൽ സ്പീക്സ് അബൌട്ട് പോയട്രി. അപ്പോൾ കവികളും ഇതുപോലെ ഓരോരോ ലോകങ്ങളാണ് വരച്ചു കാണിക്കുന്നത്. Like Plato, he too believes that there is a natural pleasure in imitation, which is an inborn instinct in man, constituting the one difference between him and the lower animals. So we know that ഹ്യൂമൻ ബീയിങ്സിനെ മറ്റ് ആനിമൽസിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ് ഹി ഈസ് ഏബിൾ ടു ഇമിറ്റേറ്റ് അതേഴ്സ്. ഇമിറ്റേറ്റ് ചെയ്യുക, ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള കഴിവ് മനുഷ്യനാണുള്ളത് മറ്റ് ആനിമൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും. സോ ഹി ഓൾസോ ബിലീവ്സ് ജസ്റ്റ് ലൈക്ക് പ്ലേറ്റോ ദാറ്റ് ഇമിറ്റേഷൻ ഗിവ്സ് എ സോർട്ട് ഓഫ് നാച്ചുറൽ പ്ലഷർ. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരുതരം സന്തോഷവും സുഖവും ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ മനുഷ്യന് ലഭിക്കുന്നു എന്ന് അദ്ദേഹവും വിശ്വസിക്കുന്നു, ഗുരുവിനെ പോലെ തന്നെ. It is this pleasure in imitation that enables the child to learn his earliest lessons in speech and conduct from those around him. And here we can see that Aristotle, how positively he has taken this imitation as a very good thing, whereas Plato had seen this imitation as a falsehood. Imitation എന്ന് പറയുമ്പോൾ അത് റിയാലിറ്റിയിൽ നിന്നും ആർട്ട് ആസ് എൻ ഇമിറ്റേഷൻ അത് 2 തവണ റിമൂവ് ചെയ്യുന്നു. സോ ഇറ്റ് ബിക്കംസ് എ കോപ്പി ഓഫ് ദ കോപ്പി. അതിന് റിയൽ ആയിട്ടുള്ള ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അതിൽ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്ലേറ്റോ പറയുന്നതെങ്കിൽ അരിസ്റ്റോട്ടിൽ ഹാസ് സീൻ ദ പോസിറ്റീവ് സൈഡ് ഓഫ് ദ സെയിം കോയിൻ. ഹി സേസ് ദാറ്റ് imitation, okay, I agree with my teacher that we are all imitating something, or poet just like any other artist, they are imitating something, but that imitation is a kind of inborn instinct in every human being, where a child learns his basic lessons from childhood, or ഒരു കുട്ടി ചെറുപ്പം തൊട്ടേ വാക്കുകൾ പഠിക്കുന്നത് എങ്ങനെയാണ്, സംസാരിക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണ്, സ്വഭാവം പഠിക്കുന്നത് എങ്ങനെയാണ്, all those kinds of lessons in speech and conduct, he learns it from the environment, from his beloveds around him through imitation. അവൻ അനുകരിച്ചിട്ടാണ്, ചുറ്റുമുള്ള ആൾക്കാരെ കണ്ട് അവരെ അനുകരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. എങ്ങനെ നന്മ ചെയ്യാം, എങ്ങനെ തിന്മ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ്, എങ്ങനെ സംസാരിക്കണം, എന്തൊക്കെ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു കുട്ടി പഠിക്കുന്നത് എന്തിലൂടെയാണ്? ഇമിറ്റേഷനിലൂടെയാണ്. ആൻഡ് ഹി സേസ് ദാറ്റ് എ പോയറ്റ് or an artist is just a grown-up child indulging in imitation for the pleasure it affords. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ, ഇമിറ്റേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് പ്ലഷർ കിട്ടുന്നുണ്ട്. ദർ ഇസ് എ പ്ലഷർ ഇൻ ഡൂയിങ് ദീസ് ഇമിറ്റേഷൻ. ആൻഡ് ഒരു പോയറ്റിനെ, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഹീ ഈസ് എ ഗ്രോൺ അപ്പ് ചൈൽഡ്. അപ്പോൾ ഒരു കുട്ടി പല കാര്യങ്ങളും, ചുറ്റും നടക്കുന്ന കാര്യങ്ങളും പഠിക്കുന്നതും അവൻ നന്നായി വളരുന്നതും എന്തിലൂടെയാണ്? ഇമിറ്റേഷനിലൂടെ ആണെങ്കിൽ ഓരോ പോയറ്റും ഓരോ ആർട്ടിസ്റ്റുകളും എന്ത് തന്നെയാണ്? ഒരു ഗ്രോൺ അപ്പ് ചൈൽഡാണ്, ഒരു വലുതായി വന്ന കുട്ടിയാണ്. അപ്പോൾ അവരുടെ ലൈഫിലും എന്തുണ്ടായിരിക്കും? ഇമിറ്റേഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് ഇമിറ്റേഷൻ വുഡ് ഗിവ് എ കൈൻഡ് ഓഫ് പ്ലഷർ, ദാറ്റ് ഈസ് ഒബ്വിയസ്. ഓരോ പോയറ്റിനും അല്ലെങ്കിൽ ഓരോ ആർട്ടിസ്റ്റിനും മറ്റൊരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റും കൂടിയുണ്ട്. ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് ഇമിറ്റേറ്റ് ചെയ്യുക, അനുകരിക്കുക എന്ന് പറയുന്നത്. മറ്റൊന്ന് ഋതവും താളവും, അല്ലെ, ഒരു ഹാർമണി ആൻഡ് റിതം, അതും ഓരോ ഹ്യൂമൻ ബീയിങ്ങിന്റെയും ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അത് വെച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ദേ ആർ ക്രിയേറ്റിംഗ് ഡിഫറെന്റ് സോർട്സ് ഓഫ് മെട്രിക്കൽ കോമ്പസിഷൻ. നമുക്ക് കവിതകൾ പരിശോധിക്കുമ്പോൾ അറിയാം, പ്രത്യേകിച്ച് ഏൻഷ്യൻ ടൈം, അതിപ്പോൾ BC ആണെങ്കിലും AD ആണെങ്കിലും ഒരു ക്ലാസിക്കൽ ഏജിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. റൊമാൻറ്റിക് പീരീഡിലാണെങ്കിലും വി ക്യാൻ സീ ദാറ്റ് ദീസ് പോയംസ് ദാറ്റ് വർ റിട്ടൺ ഇൻ യൂസിങ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മീറ്റർ, അല്ലെ, അയാമ്പ്, അതുപോലെ തന്നെ ലാപ്പിസ്റ്റിക് ഓർ ഡാക്ടിലിക്, ഡിഫറെന്റ് മീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്, ഇപ്പം മലയാളത്തിലൊക്കെ ആണെങ്കിൽ വൃത്തവും മഞ്ചരിയും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ആൾക്കാർ കവിതകൾ എഴുതിയിരുന്നത്. അപ്പൊ അതങ്ങനെ ഒരു താളത്തില്
ഒരു കവിത എഴുതാനായിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റും ഒരു പോയറ്റിനോ ഒരു ആർട്ടിസ്റ്റിനോ ബേസിക്കലി ഉണ്ട്, നാച്ചുറൽ ആയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ആൻഡ് he partially agree, or we can say he agree in that part. Which part? Okay, definitely art is an imitation of things, imitation of the reality എന്ന് അദ്ദേഹം എഗ്രി ചെയ്യുന്നു. It is twice removed from reality. What the poet observes or what he imitates from the life, they are not real, they are unreal എന്ന് എഗ്രി ചെയ്യുന്നുണ്ട് അരിസ്റ്റോട്ടിൽ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ചുരുക്കം എങ്ങനെയാണ്? Plato പറഞ്ഞ കോൺസെപ്റ്റ്, he says that art is a kind of imitation, it is twice removed from reality, it is a copy of copy എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, പ്ലേറ്റോ പറയുന്നുണ്ട്. Aristotle also agrees that okay, art is an imitation, it is twice removed from reality, it is a copy of copy, but artist or poet, they all are doing it through imitation, and imitation gives a sort of pleasure, and it is through this imitation, which is a natural instinct by which a child learns speech as well as conduct from the things around him, and a poet or an artist is a grown up child. അപ്പോൾ അതുകൊണ്ട് തന്നെ we can say that Aristotle is not completely agreeing with his master Plato, which says that art is harmful എന്നുള്ളതിന് ആദ്യത്തെ ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. He is not completely agreeing with what all that is said by Plato in the earlier chapter. ഓക്കെ, ഇതിലത്തെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടെ വരുന്നുണ്ട്. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഇപ്പം പറഞ്ഞല്ലോ, പോയറ്റ് ഓർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഇമിറ്റേറ്റ് ചെയ്യുന്നവരാണ്, ആൻഡ് ഈ ഇമിറ്റേഷൻ ഒരു പ്ലഷർ തരുന്നുണ്ട്. പക്ഷേ പ്ലേറ്റോ പറഞ്ഞത് എഗ്രി ചെയ്യുന്നു, ഇറ്റ് ഇസ് ട്വൈസ് റിമോട്ട് ഫ്രം റിയാലിറ്റി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ അരിസ്റ്റോട്ടിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഓൺ ദ കോൺട്രറി, ഇതിനെയൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിലൊരു പോയിന്റാണ് അരിസ്റ്റോട്ടിൽ അവിടെ പറയുന്നത്. ദേ റിവീൽ, ദാറ്റ് ഇസ് ദ പോയറ്റ് ഓർ ദ ആർട്ടിസ്റ്റ്, ദേ റിവീൽ ട്രൂത്ത്സ് ഓഫ് എ പെർമനന്റ് ഓർ എ യൂണിവേഴ്സൽ കൈൻഡ്. ദേ പ്രസന്റ് എ കൈൻഡ് ഓഫ് യൂണിവേഴ്സൽ ട്രൂത്ത്. ആളുകൾക്ക് മുന്നിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നിത്യസത്യത്തെ അല്ലെങ്കിൽ ഒരു ലോകസത്യത്തെ ആണ് അവർ അവതരിപ്പിക്കുന്നത്. ആൻഡ് ഹി വാണ്ടഡ് ടു പ്രൂവ് ദിസ്. ഓക്കെ, എങ്ങനെയാണ് ഈ യൂണിവേഴ്സൽ ട്രൂത്ത് കവിതയിലൂടെ കിട്ടുന്നത് എന്ന് അദ്ദേഹം ഇവിടെ വ്യക്തമായിട്ട് എക്സാമ്പിൾസ് വെച്ച് പറയുന്നുണ്ട്. ഫോർ ദാറ്റ്, ഇൻ ഓർഡർ ടു ഷോ ദാറ്റ് പോയട്രി ഗിവ്സ് യൂണിവേഴ്സൽ ട്രൂത്ത്, ഹി കമ്പയർസ് പോയട്രി വിത്ത് history. So this is a very important part to be noted, a very key point to be remembered always. ഏത് സ്ട്രീമിനോടാണ്, ഏത് ലേണിങ്ങിനോടാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനോടാണ് അരിസ്റ്റോട്ടിൽ പോയട്രിയെ കമ്പയർ ചെയ്യുന്നത് എന്നുള്ളത്, ദാറ്റ് ഇസ് വിത്ത് ഹിസ്റ്ററി. ഹിസ്റ്ററിയുമായിട്ടാണ് അരിസ്റ്റോട്ടിൽ ഇത് കമ്പയർ ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഇസ് ദിസ് statement, or what is his findings, or what he derives out of comparing these two things, poetry with history. History നമുക്കറിയാം, history speaks about past, അല്ലെ? ചരിത്രം എന്ന് പറയുന്നത് എപ്പോഴും പറയുന്നത് സംഭവിച്ച് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ്. സോ ഹിസ്റ്ററി ഓൾവേസ് സ്പീക്ക് അബൌട്ട് വാട്ട് ഹാസ് ഹാപ്പൻഡ്. ആൻഡ് പോയട്രി എപ്പോഴും എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? വാട്ട് മേ ഹാപ്പൻ, എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്, ഭാവിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ഇറ്റ് റാങ്ക്സ് ഓർ ഇറ്റ് ഗോസ് to a much higher level. So he says that, Aristotle says that poetry is more philosophical and higher than history, because history expresses what has happened and poetry expresses what may happen. So poetry tends to express the universal and history about the particular. ഒന്ന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് നടന്നു കഴിഞ്ഞ ഒരു സ്ഥലത്തുള്ള ഒരാളെക്കുറിച്ച് ആണ് കഥ പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ചരിത്രമാണ് പറയുന്നതെങ്കിൽ, പോയട്രി ആസ് എൻ ആർട്ട് അത് പറയുന്നത് ആരെക്കുറിച്ചിട്ടായിരിക്കും? ലോകത്ത് എവിടെയുമുള്ള ഏതൊരു മനുഷ്യനും ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് എ യൂണിവേഴ്സൽ ട്രൂത്ത്.
See, if you consider Shakespeare's Hamlet or Othello, അവിടെ ഹാംലെറ്റും ഒഥല്ലോ എന്ന് പറയുന്നത് ഒരു നാട്ടിലെ ഒരു രാജാവിൻ്റെയോ ഒരു രാജകുമാരൻ്റെയോ ഒരു മൂറിൻ്റെയോ കഥയാണ് പറയുന്നതെങ്കിൽ ഇറ്റ് മേ ബി എ പേഴ്സൺ ഹൂ ഇസ് ഹാവിങ് എ പ്രോബ്ലം വിത്ത് ഇംപെച്വസ്നെസ്. ഒഥല്ലോ ഭയങ്കര എടുത്തുചാട്ടക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഓർ ഹാംലെറ്റ് ഹൂ ഇസ് എ പേഴ്സൺ വിത്ത് എ ഡിഫോൾട്ട് ഓഫ് പ്രോക്രാസ്റ്റിനേറ്റിംഗ് എവറിത്തിങ് ഒക്കെ മാറ്റി മാറ്റി വെക്കുന്ന ഒരു കഥാപാത്രമായിരുന്നെങ്കിൽ അത് പറയുന്നത് ഹാംലെറ്റിനെ കുറിച്ച് മാത്രമല്ല, അല്ലെങ്കിൽ ഒഥല്ലോയെ കുറിച്ച് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്ന വേൾഡിലുള്ള ഏത് നാട്ടിലുമുള്ള ഏത് കൾച്ചറിലുമുള്ള ഏത് കാലഘട്ടത്തിലുള്ള ഏതൊരു മനുഷ്യനും സംഭവിക്കുന്ന കാര്യമാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. ദാറ്റ് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ആർട്ട്, ഓർ ദാറ്റ് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് പോയട്രി. കല ഏതു തന്നെ ആയിക്കോട്ടെ, കല സംസാരിക്കുന്നത് ഒരിക്കലും ഒന്നിനെക്കുറിച്ച് മാത്രമല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അരബിന്ദോന്റെ ഒരു ട്രാൻസ് ഓഫ് വെയിറ്റിംഗ്, അല്ലെങ്കിൽ കമലാദാസിന്റെ ഇതുപോലുള്ള പ്രണയ നഷ്ടങ്ങളെക്കുറിച്ചോ കാത്തിരിപ്പിനെ കുറിച്ചൊക്കെയുള്ള കവിതകൾ നമ്മൾ കാണുമ്പോൾ ആ കാത്തിരിപ്പ് എന്ന് പറയുന്നത് അവിടെ രണ്ട് വ്യക്തികളല്ല, ലോകത്ത് എത്ര ആളുകൾ എന്തിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്നുവോ ആ കാത്തിരിപ്പിലേക്കൊക്കെ ഈ പറയുന്ന തീം, ആ ഒരു പോയം നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. So poetry or death, if you go through Elegy Written in a Country Churchyard, or a poem that deals with the concepts of death, we can see that death എന്ന് പറയുന്നത് Elegy Written in a Country Churchyard എന്ന് പറയുന്ന കവിതയിൽ തോമസ് ഗ്രേ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് whether it is rich or poor, whether you are famous or not, whether you are educated or uneducated, whatever it is, death is inevitable. If you are born, you have to die. അപ്പോൾ മരണം എന്ന് പറയുന്ന ആ ഒരു യൂണിവേഴ്സാലിറ്റിയെ കുറിച്ചിട്ടാണ് ആ ഒരു കവിതയിൽ പറയുന്നത്. ബി ഡ്രങ്ക് എന്ന് പറയുന്ന ബോഡ്ലെയറിന്റെ കവിതയിലൂടെ പോകുമ്പോൾ നമുക്കറിയാം, ഓക്കെ, പാസേജ് ഓഫ് ടൈം, നമ്മുടെ ഏറ്റവും വലിയ എനിമി എന്ന് പറയുന്നത് പിടിച്ചു നിർത്താൻ പറ്റാത്ത സമയമാണ്. അപ്പോൾ സമയത്തിന്റെ ആ ഒരു അറ്റാക്കിനെ നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ബോഡ്ലെയർ എന്ന് പറയുന്ന കവി അദ്ദേഹത്തിന്റെ ബി ഡ്രങ്ക് എന്ന് പറയുന്ന കവിതയിൽ എഴുതിയിട്ടുള്ളത്. സോ ഇവിടെയൊക്കെ നമുക്ക് ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ആ കവിയെ കുറിച്ചോ ആണ് പറഞ്ഞതെങ്കിൽ പോലും അത് ലോകത്ത് എവിടെയുമുള്ള ചിലപ്പോൾ ഇത് വായിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും നമുക്ക് അവിടെ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ആർട്ട് ഓർ ദാറ്റ് ഓഫ് പോയട്രി എന്നാണ് ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ പോയട്രിയാണ് അരിസ്റ്റോട്ടിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഹി സ്പീക്സ് അബൌട്ട് ദ യൂണിവേഴ്സാലിറ്റി ഓഫ് പോയട്രി. അങ്ങനെ നോക്കുമ്പോൾ പോയട്രി ഈസ് ഹയർ ദാൻ ഓർ മോർ ഫിലോസഫിക്കൽ ദാൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തൻ്റെ മാസ്റ്ററിന്റെ ഇമിറ്റേഷൻ ആണ് കല എങ്കിലും ആ കല പറയുന്നൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഡിസഗ്രി ചെയ്യുന്നത്. See, in the textbook it is written, poetry infuses a universal appeal into them by stressing what they have in common with all persons, all places, or all things in the same set of circumstances. The pictures of poetry, therefore, are not mere reproductions of facts, but truths embedded in those facts that apply to all places and times. This is the meaning Aristotle gives to imitation, thereby answering Plato's severest charge against poetry. ഒഥല്ലോയെ പോലെ ഭാര്യയെ സംശയിക്കുന്ന ഒരാൾക്ക് എന്ത് സംഭവിക്കാം, അല്ലെങ്കിൽ ഹാംലെറ്റിനെ പോലെ നാളെ നാളെ നീലെ നീലെ എന്ന് പറഞ്ഞ് നീക്കി വെക്കുന്ന ആൾക്ക് എന്ത് സംഭവിക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഗ്രീഡി ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് എൻഡിങ് ഉണ്ടാവും എന്നുള്ളത് മെക്ബെത്ത് എന്ന് പറയുന്ന പ്ലേ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഡിഫറെന്റ് ഏതൊരു കാലഘട്ടത്തിലും ഏതൊരു സംസ്കാരത്തിലും ഏതൊരു മനുഷ്യനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജനറൽ ആയിട്ടുള്ള ട്രൂത്താണ് പോയട്രി നമുക്ക് തരുന്നതെന്നാണ് ഈ ഭാഗത്ത് പറയുന്നത്. ദ നേച്ചർ ഓഫ് പോയട്രി. We have to discuss two more points regarding the same matter. പോയട്രിയെ ബേസ് ചെയ്തിട്ടുള്ള അരിസ്റ്റോട്ടലിന്റെ ഒബ്സർവേഷൻ 2 പോയിന്റ് കൂടെ നമുക്ക് പറയാനായിട്ടുണ്ട്. What is the function of poetry and its emotional appeal? We can discuss it in the next class. Till then, all of you take care. Be safe. Bye.